ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും വിഷുവും ഈസ്റ്ററും ഒക്കെ ഭംഗിയായി കഴിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് എല്ലാ തകർപ്പൻ വിഷുവും ഈസ്റ്ററും ഒക്കെ വിഭവങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ സിമ്പിൾ, ഹെൽത്തി ആൻഡ് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന്റെ സ്വന്തം ദോശയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദോശ റെസിപ്പിക്ക് കുറച്ച് റിക്വസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഞാൻ ദോശയുടെ റെസിപ്പി ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന, ദിവസവും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ദോശ. എന്നിരുന്നാലും ഞാൻ എൻ്റെ സ്റ്റൈൽ ഓഫ് ദോശ മേക്കിംഗ് ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ എത്ര പേരുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോളൂ. പ്ലസ് എൻ്റെ വെബ്സൈറ്റ് simmieskitchendiaries.com എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇവിടെ പച്ചരി 1.5 കപ്പും 1/2 കപ്പ് പാലക്കാടൻ മട്ടയും എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്തുകയാണ്. അതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതേ കൂട്ട് തന്നെ 1/4 കപ്പ് മുഴുവൻ ഉഴുന്നെടുത്ത് കഴുകി വൃത്തിയാക്കി അതും വെള്ളത്തിൽ കുതിർത്തണം. ഇതൊക്കെ ഞാനൊരു 6 തുടങ്ങി 8 മണിക്കൂർ വരെ കുതിർത്താറുണ്ട്. അപ്പോൾ 6-7 മണിക്കൂറായിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന ഉഴുന്നും അരിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്തതായിട്ട് ഇത് അരക്കലാണ്. സാധാരണ നമ്മളുടെ നാടൻ ഗ്രൈൻഡർ കിട്ടുന്നുണ്ട്, അതിൽ അരക്കുന്നവരുണ്ട്. ഞാൻ എളുപ്പത്തിൽ മിക്സിയിൽ അരക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനു വേണ്ടി 3 കൈയില് ഉഴുന്നും 3 കൈയില് കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ അരച്ച് മാവാണ് ഇവിടെ കാണുന്നത്. ഇത് ശരിക്കും അരഞ്ഞിട്ടില്ല, കുറച്ച് തരി പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വീണ്ടും നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പൊ അരച്ച മാവാണ് ഈ കാണുന്നത്. നല്ലോണം ഫ്ലഫി ആയിട്ട് അരഞ്ഞ് ഒരു തിക്ക് ബാറ്ററായിട്ട് നമ്മുടെ ദോശമാവിന്റെ ബാറ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പൊന്താൻ വെക്കാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ ഒരു 6 തുടങ്ങി 8 മണിക്കൂർ വരെ വെക്കണം. ഞാനിത് രാത്രി അരച്ചു വെക്കലാണ് പതിവ്. അല്ലെങ്കിൽ രാത്രിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രാവിലെ അരച്ചാൽ വൈകുന്നേരത്തിന് സാധനം റെഡിയാവും. അപ്പൊ മാവ് പൊന്തിയ മാവാണ് ഈ കാണുന്നത്. ഇനി ഞാനൊരു 1/4 ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ. ബാക്കി മാവ് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ച് എനിക്ക് ആവശ്യാനുസരണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം 1 വീക്ക് വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം എങ്ങനെയാണ് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. റെസ്റ്റോറന്റുകളിൽ അല്പം പഞ്ചസാര കൂടി ചേർക്കും, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർക്കുന്നത്. എന്റെ ബാറ്ററിൽ അതിന്റെ ആവശ്യമല്ല, കാരണം പാലക്കാടൻ മട്ട ചേർക്കണ കാരണം നല്ല മൊരിഞ്ഞും കളറോടും കൂടി നമുക്ക് ദോശ കിട്ടും. അപ്പോൾ ഉപ്പിട്ട് ഇളക്കി മാവ് റെഡിയാണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ട്രഡീഷണൽ നല്ല ഇരുമ്പിന്റെ ദോശക്കല്ലാണ് യൂസ് ചെയ്യണത്. നോൺ സ്റ്റിക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക. പക്ഷേ ബെസ്റ്റ് റിസൾട്ടിന് ദോശക്കല്ല്, ഇരുമ്പിന്റെ ദോശക്കല്ല് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ നല്ലൊരു വലിയ കയ്യില് മാവ് എടുത്ത് നടുവിലൊഴിച്ച് നല്ലോണം തിന്നായിട്ട് ചുറ്റിയെടുക്കണം. എന്നിട്ട് മുകളിലുള്ള മാവ്, എക്സ്ട്രാ മാവ് ഇങ്ങനെ പൊന്തി നിൽക്കണത് നല്ലോണം വടിച്ച് എടുത്തതിന് ശേഷം നല്ലോണം എള്ളെണ്ണയോ ബട്ടറോ നെയ്യോ നല്ലെണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ പ്രിഫറൻസ് പോലെ. നല്ലോണം പുരട്ടിയിട്ട് മൊരിഞ്ഞ് സൈഡൊക്കെ വിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ദോശ എടുക്കാൻ റെഡിയാവും, നിങ്ങളിവിടെ കാണുന്ന പോലെ. അപ്പൊ നല്ല മൊരിഞ്ഞ് ഗോൾഡൻ കളറിലെ ദോശ റെഡിയായി കഴിഞ്ഞു. സാമ്പാറും ചട്നിയും കൂട്ടി നല്ല ഉഷാറായി കഴിച്ചോളൂ. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. See you soon with another episode. Take care and bye bye.